പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ മനീഷ് മനീഷ ചന്ദ്ര പിന്നെ കൊയിലാളാ ഉസ്താദ് വന്നാട്ടെ ഞാൻ കാണിച്ചു തരാം. ഹായ്, ഞാൻ സാധിക. നമസ്കാരം. ആ പീസിന് എവിടെ നിന്ന് കിട്ടി? എനിക്ക് തന്നിട്ടുള്ള അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മലയാളം മാത്രമേ സംസാരിക്കാൻ പാടൂ, ഇംഗ്ലീഷ് വേർഡ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതെല്ലാം വരാനുള്ളൊന്നും വഴി തങ്ങൂല, ഓട്ടോ പിടിച്ചാണല്ലോ അവിടെ എത്തിക്കുള്ളൂ. മോഡലിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ തൊഴിലാണത്. അതെനിക്ക് പണ്ടേ അറിയാം. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്താ പറയാ, എന്നതാണ് അതിന്റെ പേര്? പോരട്ടെ 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 നാക്കിന്റെ തുമ്പത്തിരിക്കണ്. ചിത്രങ്ങളൊക്കെ എടുക്കാറുണ്ട്. അത് എൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഞാൻ പ്രദർശിപ്പിക്കാറുണ്ട്. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് പേര് വരാറുണ്ട്. അതിപ്പം വിളിച്ച് സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കാണണം എന്ന് പറയുന്നവരുണ്ട്, കൂടെ നിന്ന് ചിത്രങ്ങൾ എടുക്കണം എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല ആളുകളും ഉണ്ട്. എനിക്ക് ചുറ്റാൻ പറ്റിയൊന്നും വേണ്ട. പിന്നെ എടാ, എനിക്ക് ഒരു ടച്ച്, ഒരേ ഒരു ടച്ച് മരിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒന്ന് ടച്ചണം. അത് ഞാൻ എങ്ങനെ മലയാളം ഇല്ലാതെ പറയും? മലയാളം അറിയാമോ? അറിയാം. എന്നാ പിന്നെ മലയാളത്തിൽ പറഞ്ഞാ പോരെ. ഒരു സൗന്ദര്യവർദ്ധക വസ്തുവിന്റെ മാതൃക എത്രയോ എന്തോ പറഞ്ഞ സാധനം. എന്നാലും പഹയ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരമുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാഴ്ചയാ മതിയല്ലോ എന്ന് കരുതിയാ. പ്രണയം എന്ന് പറയുന്നത് കോയമ്പത്തൂർ പഠിക്കുന്ന സമയത്തായിരുന്നു. അതൊരു 3-4 വർഷത്തോളം ഉണ്ടായിരുന്നു. ആ കഥ ഒന്നും കൂടി പറഞ്ഞാലോ, വേറെ തന്നെ കുടുംബം കൂടി തകർന്ന കഥ കേൾക്കുമ്പോഴേ. പെണ്ണും പിടക്കമില്ലാത്ത ഇയാൾക്ക് എങ്ങനെയാ മനുഷ്യന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും? ഇൻസ്റ്റാഗ്രാമില് ആ ബ്ലോക്ക് എന്ന് വെച്ചാൽ ബ്ലോക്ക് എന്ന് വെച്ചാൽ അതാണ് വിലക്കിയിട്ടുണ്ട്. മിണ്ടില്ല ഞാൻ മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ, ഇത് ഞാൻ വേറെ ആർക്കെല്ലാം കൊടുത്തോളാം. ലേശം ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. മാധ്യമങ്ങൾ പലതിലും പലരെയും ഞാൻ വിലക്കിയിട്ടുണ്ട്. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഒറ്റ ഒരുത്തര അതിനൊക്കെ കാരണക്കാരൻ ആയിരുന്നു. പൊക്കിള് കാണിച്ചൊരു ഫോട്ടോ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ പൊക്കിള് തൊടാനും നക്കാനും എനിക്ക് ആഗ്രഹമുണ്ടാ തോന്നുന്നു. ഞാൻ തിരിച്ച് മറുപടി നൽകി. പൊക്കിൾക്കൊടി ബന്ധം എന്നൊരു ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മോന്റെ അമ്മയുടെ അതിലേക്കായിരിക്കും, അതായത് അമ്മയായിട്ടാണ് ഏറ്റവും കൂടുതൽ ഒരു അടുത്ത് നിൽക്കുന്നത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. ഒന്ന് പറ, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, ഒരു തെറ്റുമില്ല. അപ്പൊ മുരളി എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം.